ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന പ്രതിസന്ധികൾ അതിന്റെ ക്ലൈമാക്സിലേക്ക് കടക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ISL ക്ലബ്ബുകളോട് 2025-26 ISL സീസണിലെ അവരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്താൻ നിർദ്ദേശിച്ചിരിക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് ക്ലബ്ബുകൾക്ക് ജനുവരി 1, 2026 വരെ സമയവും അനുവദിച്ചിട്ടുണ്ട്. നിലവിൽ ISL നടത്താനുള്ള ഫെഡറേഷന്റെ പ്രപ്പോസലുകൾ ക്ലബ്ബുകൾ അംഗീകരിച്ചിരുന്നുവെങ്കിലും കൊമേഴ്സ്യൽ പാർട്ണർ ഇല്ലാതെ ISL പങ്കെടുക്കുന്ന കാര്യം തീരുമാനിക്കാൻ ക്ലബ്ബുകൾക്ക് കഴിയില്ല എന്ന മനോഭാവത്തിലായിരുന്നു ക്ലബ്ബുകൾ ഉണ്ടായിരുന്നത്. സെൻട്രലൈസ്ഡ് വേദികളിൽ മത്സരം നടത്തുന്നതും ഹോം ആൻഡ് അവേ ഫോർമാറ്റ് ഇല്ലാത്തതും ക്ലബ്ബുകളെ സാമ്പത്തികമായിട്ട് ബാധിക്കും. അതിന് പുറമെ സെൻട്രൽ പൂളിൽ നിന്നുള്ള റവന്യൂ കൂടി ലഭ്യമാകാതെ വരുന്നതോടെ ക്ലബ്ബുകൾക്ക് വലിയ നഷ്ടം സീസൺ അവസാനിക്കുമ്പോൾ സഹിക്കേണ്ടി വരും എന്നതിനാലാണ് ക്ലബ്ബുകൾ ലീഗിൽ പങ്കെടുക്കുന്ന കാര്യം തീരുമാനിക്കാൻ കൊമേഴ്സ്യൽ പാർട്ണർ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഫെഡറേഷന്റെ നിർദ്ദേശപ്രകാരം ജനുവരി 1, 2026 തന്നെ ക്ലബ്ബുകൾ ISL 2025-26 സീസണിൽ തങ്ങൾ പങ്കെടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയിക്കേണ്ട സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഒഡീഷ FC അടക്കമുള്ള ക്ലബ്ബുകൾ കൊമേഴ്സ്യൽ പാർട്ണർ ഇല്ലാത്ത സാഹചര്യത്തിൽ ISL കളിക്കാനായിട്ട് താല്പര്യമില്ല എന്നുള്ള കാര്യം ഓൾറെഡി അറിയിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ആരൊക്കെ തങ്ങളുടെ പങ്കാളിത്തം ഉറപ്പ് നൽകുമെന്നുള്ള കാര്യങ്ങളൊക്കെ കാത്തിരുന്ന് കാണാം. അതേസമയം ISL നടത്താനായിട്ട് തിരഞ്ഞെടുത്ത വേദികളിൽ കൊൽക്കത്തയ്ക്കും ഗോവയ്ക്കും പുറമെ കേരളവും പരിഗണനയിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഒടുവിൽ കമ്മിറ്റി കേരളത്തെ ഒഴിവാക്കിയായിരുന്നു. അതിന്റെ കാരണം കേരളത്തിൽ ഗ്രൗണ്ടുകൾ അവൈലബിൾ ആണെങ്കിലും അവയ്ക്കടുത്ത് പരിശീലന സൗകര്യങ്ങൾ ആവശ്യത്തിന് ഇല്ല. മാത്രമല്ല സ്റ്റേഡിയത്തിൽ നിന്നും ക്വാളിറ്റിയുള്ള പരിശീലന കേന്ദ്രങ്ങളിലേക്ക് ദീർഘദൂരം ട്രാവൽ ചെയ്യേണ്ടി വരും എന്നുള്ള സാഹചര്യം കൂടി കണക്കിലെടുത്തിട്ടാണ് കേരളത്തെ ISL ഒഴിവാക്കിയെന്നാണ് മാർക്കസിനെ പോലുള്ള റിപ്പോർട്ടേഴ്സ് പറയുന്നത്. അപ്പം ജനുവരി 1 കൊമേഴ്സ്യൽ പാർട്ണർ ഇപ്പോൾ നിലവിൽ വന്നിട്ടില്ല. കൊമേഴ്സ്യൽ പാർട്ണർ ഇല്ലാതെ ഇന്ത്യൻ സൂപ്പർ ലീഗ് കളിക്കാൻ ഏതൊക്കെ ക്ലബ്ബുകൾ തയ്യാറാകുമെന്നുള്ള കാര്യം കാത്തിരുന്ന് കാണാം. ഒഡീഷ FC തയ്യാറായേക്കില്ല എന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത്. ഇനിയിപ്പം അവരുടെ നിലപാട് മാറുമെന്ന് അറിയില്ല. കേരള ബ്ലാസ്റ്റേഴ്സും ഏകദേശം അതേ ഒരു മൈൻഡ് സെറ്റാണ്. ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യമൊക്കെ 1-ാം തീയതി അറിയാം.